ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-നും 800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചെലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. ഗവൺമെന്റ് ലീഡർമാരെ 40ഓളം പേരെ പുതിയതായി നിയമിച്ചിട്ടുണ്ട്, നേരത്തെ നിയമിച്ചത് കൂടാതെ. അതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ, സീനിയർ ഗവൺമെന്റ് ലീഡർ എന്ന തസ്തികകളിലേക്കാണ് നിയമിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് അറ്റോർണി ആയിട്ട് അനൂപ് നായരെ നിയമിച്ചു ഹൈക്കോടതിയിൽ. ഇത്തരം തീരുമാനങ്ങളാണ്, ഈ തീരുമാനങ്ങളെല്ലാമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്താം. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്, സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണ് ഇതിന്റെ പുറകിൽ? ഈ ക്യാമ്പയിന്റെ പുറകിൽ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഒക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും.
ഇത് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെന്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ആദ്യ വർഷത്തിൽ തന്നെ. അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ഓർഡിനറി ബസ്സുകളിലേക്കാണ് കണ്ടീഷൻ ഇല്ലാതെ ഇപ്പൊ അനുമതി കൊടുത്തിരിക്കുന്നത്. അല്ല, അതല്ല, അത് നമ്മൾ പഠിക്കണമല്ലോ. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിക്കും. അതിന് പരിമിതികളൊന്നുമല്ല. നമ്മളത് സ്റ്റഡി ചെയ്യും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും, എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമ്മൾക്കിപ്പോ ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണ് അത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്കീമാണ്. CPM-ന്റെ യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് UDF BJP തമ്മിൽ ഡീൽ ഉണ്ടായിട്ടുണ്ട്. 30 ഇടങ്ങളിൽ BJP UDF-ന് ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിന്റെ ഭാഗമായിട്ട് സത്യത്തില് ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത്? അതാണോ ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? BJP UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ഞാൻ നിയമസഭയിൽ മറുപടി കൊടുത്തല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? നിയമത്ത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞല്ലേ. നിയമത്ത് ഞങ്ങളുടെ വോട്ടും അവരുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാത്തന്നൂരും അതുപോലെ കഴക്കൂട്ടത്തും ഞങ്ങളുടെ വോട്ട് കൂടി. CPM-ന്റെ വോട്ട് 11,000 വോട്ടും 17,000 വോട്ടും കുറച്ചു. അവിടെ CPM BJP ഡീലായിരുന്നു ജയിപ്പിക്കാൻ വേണ്ടി. കാരണം BJP-യുടെ ഏറ്റവും വലിയ നേതാക്കൾ അവര് മത്സരിച്ച സ്ഥലത്താണ് ഈ വിജയം ഉണ്ടായത്. അതാണ് ഡീല്. അവരുടെ കയ്യിൽ അവരുടെ മുതിർന്ന നേതാക്കൾ കൈവശം വച്ചിരുന്ന സീറ്റുകളാണ് വെള്ളിത്താളത്തിലാക്കി BJP-ക്ക് കൈമാറിയത്. മനസ്സിലായില്ലേ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ ചർച്ച. അവരുടെ പാർട്ടിയുടെ അണികളും പാർട്ടിയുടെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെയുള്ള അന്നത്തെ മന്ത്രിമാര് ഉൾപ്പെടെയുള്ള ആളുകളെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിക്കുകയും എടുത്ത നിലപാടുകൾ മതേതരമല്ലാത്ത നിലപാട് എടുത്തതിനെ ഒരു ചോദ്യം ചെയ്യുമായിരുന്നു. അതായിരുന്നു അവിടെ ചർച്ചയിൽ നടന്നത് അല്ലേ? അതൊക്കെ ഇപ്പൊ അവസാനം കുറച്ചു കാര്യമൊക്കെ സമ്മതിച്ചു. അതിന്റെ കൂടെ വെറുതെ ഒരു മരുന്നിന് വേണ്ടി ഇത് ചേർത്തെന്ന് മാത്രമല്ല, അത് ഗൗരവമായിട്ട് എടുക്കണ്ട. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിട്ട് അശോകനെ നിയമിച്ച ഡീലിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള ആളുകളും കൂടി. നമ്മൾ ഈ കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിനെതിരായി ഒരു നടപടി ഉണ്ടായിരുന്നു, 2 പേർക്കെതിരായി നടപടി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ആ നടപടി പിൻവലിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എതിരായി നടക്കുന്ന അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തവരെ സർവീസിൽ വെച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലുള്ള സർവീസിലെ എണ്ണം ഭയങ്കര കുറവാണ്. ഒരുപാട് പേര് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ കമ്പൽസറി സർവീസ് ഉണ്ട് ചിലർക്ക്. അത് കഴിഞ്ഞിട്ടും അവർ കേരളത്തിലേക്ക് വരാൻ മടിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ഇവിടെ പലർക്കും നമ്മൾ ചാർജ് കൊടുത്തിട്ട് അഡീഷണൽ ചാർജാണ് വേറെ പല വകുപ്പുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. സർക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സെക്രട്ടറിമാരുടെയും സ്പെഷ്യൽ സെക്രട്ടറിമാരുടെയും IAS ഉദ്യോഗസ്ഥന്മാരുടെയും നിയമനങ്ങൾ നടത്തുന്നത്.
സർക്കാർ നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉയർന്ന വിമർശനം. അതിന് പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, MG സർവകലാശാലയിൽ താൽക്കാലിക VC നിയമനം, അതിൽ സർക്കാർ കൃത്യമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പട്ടിക പോലും നൽകിയിരുന്നില്ല എന്നുള്ളത് ഉയരുന്ന ഒരു ആക്ഷേപം. മറ്റൊന്ന്, ഗവർണറുടെ നടപടികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച B. അശോകനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ഞാനിത് പറഞ്ഞല്ലോ, ഈ ഗവർണർ ഇതുപോലെ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വന്നതിന് ശേഷമാണോ? യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാൻ തുടങ്ങിയത് എന്ന് നിയമിക്കാൻ തുടങ്ങിയതാ? സിൻഡിക്കേറ്റിൽ എത്ര നിയമനങ്ങൾ നടത്തി? കേരളത്തിലെ എല്ലാ സിൻഡിക്കേറ്റുകളിലും എത്ര വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളുണ്ടായി? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ, ഇത് ഞങ്ങളിപ്പോ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന, ഞങ്ങൾ വരുന്നതിന് മുമ്പ് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പോയതാണ്. പാനൽ ആരാ കൊടുക്കേണ്ടിയിരുന്നത്? കഴിഞ്ഞ സർക്കാരാണ് കൊടുക്കേണ്ടിയിരുന്നത്, പാനൽ കൊടുക്കേണ്ടിയിരുന്നത് അല്ലേ? അവര് നിയമിച്ചു. അപ്പൊ ഞങ്ങളത് പരിശോധിക്കും. ഇത് പുതിയ കാര്യം. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ഗവർണർ കാവ്യവൽക്കരണമായിട്ട് ഇറങ്ങി എന്നുള്ളതല്ലല്ലോ. LDF ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വിഷയം ഉണ്ടായല്ലോ. എല്ലാ വിഷയവും അതിന്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായ സംഭവമല്ലേ? സർക്കാർ അത് പരിശോധിച്ച് ഞങ്ങളെ കൊണ്ട് നിയമപരമായി എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. Last week you had a meeting with the Waqf board members, including the lawyers had come and met. Very detailed meeting has happened. We would like to know what is the decision that the Chief Minister is going to be taking with regard to the Mudambam issue, because those people over there are still continuing this. It's over 600 days now. Protests is on. അല്ല, ഞങ്ങളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം വന്ന ഈ പോർട്ടലില് ഇത് ചേർത്തതോടുകൂടി വഖഫ് ഭൂമിയാണെന്ന് അവസാനത്തെ വഖഫ് ബോർഡ് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് വരുന്നതിന്റെ ഇടയിൽ ഒരു തീരുമാനം എടുത്തല്ലോ, ഒരു ഡിസിഷൻ എടുത്തല്ലോ. അല്ല, നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ട് സമരസമിതിയുടെ ആളുകളുമായിട്ട് സംസാരിച്ചു. എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാവും. ബന്ധപ്പെട്ടിട്ട് അതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട്. മുൻ നിലപാട് നിങ്ങൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നതാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം വാർത്തകൾ വരികയാണ്. ഓരോരുത്തരും ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങൾ എടുക്കാത്ത തീരുമാനത്തിന് വാർത്ത വരികയാണ്. അതില് ലേബർ കോഡിന്റെ വിഷയമുണ്ട്, 2 PMCയിലെ വിഷയമുണ്ട്, 3 PMAYയിലെ വിഷയമുണ്ട്. ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞങ്ങൾ അന്ന് എതിർത്തത് എന്താ? PMC ഒരു കാരണവശാലും അതിൽ പങ്കുചേരില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പോയി എഗ്രിമെന്റ് വെച്ചില്ലേ? എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഒപ്പുവെച്ചത്. ബാക്കി CPI മന്ത്രിമാര് ആവേശത്തോടെ പറയാണ് ഇതിൽ ഒപ്പുവെക്കരുത്. അപ്പൊ ഒപ്പുവെച്ചിട്ട് വന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. മറ്റവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയാതെ മന്ത്രിസഭയുടെ പെർമിഷൻ പോലും എടുക്കാതെയാണ് വെച്ചത്. അത്രയും നാള് PMCയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ് വൺ ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ, മന്ത്രിസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒപ്പുവെച്ചപ്പോഴാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തത്. ഇപ്പൊ അവർ ഒപ്പുവെച്ചൊരു ഗവൺമെന്റ് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമ്മൾ പരിശോധിക്കണം. അതിൻ്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്, അല്ലെ? വ്യക്തികളല്ലല്ലോ പോയി ഒപ്പുവെച്ചത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒപ്പുവെച്ചത്. ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരള, ഞങ്ങള് ഭരണതലത്തിൽ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെന്റ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പൊ ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നോട് അന്ന് അഭിപ്രായം ചോദിച്ചപ്പോ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി.
ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ഇ ഡി എങ്ങനെ അന്വേഷിക്കണം, ഇ ഡി റെയ്ഡ് നടത്താമോ, ഇ ഡി ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെന്റിന് എന്ത് ജൂറിസ്ഡിക്ഷനാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോഴും പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. തോമസ് ഐസക്ക് എന്നെ വളരെ അടുത്ത സ്നേഹിതനും വളരെ അടുത്ത സുഹൃത്തുമാണ്. തമാശ പറയാറുണ്ട്. ഇങ്ങനത്തെ തമാശ പറയുമോ? കൊണ്ടാണ് ഇത് ചെയ്തത്. 172 പേജ് ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി? 172 പേജൊക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഗവൺമെന്റിനുണ്ട് 10 ദിവസം കൊണ്ട്. ഞങ്ങളത് ചെയ്യും. ഒരു AI ഉപയോഗിച്ചിട്ടില്ല എന്ന് KA ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇനി AI ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? ഞങ്ങൾ AI ഉപയോഗിക്കും ഇനിയുള്ള കാര്യങ്ങൾക്ക്. ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഈ ഗവൺമെന്റ് ഉപയോഗിക്കും. ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ആണ് വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി AI ടൂൾസ് ഉപയോഗിക്കും. ഞങ്ങൾ അതിന്റെ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അതിന് ആവശ്യമായ ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അത് ചെയ്താൽ എന്താ തെറ്റ് ഒരു ഗവൺമെന്റ്? പിന്നെ പറഞ്ഞു ട്രഷറിയിലെ ബാലൻസ് അല്ലേ ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ. അതാണല്ലോ ഒരു ആക്ഷേപം. ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം പറഞ്ഞാരാ? മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അപ്പൊ രഹസ്യം, ബജറ്റ് രഹസ്യം അല്ലെന്നാണ് ട്രഷറി രഹസ്യം. ട്രഷറിയിലെ ബാലൻസ് പുറത്തു പറയാൻ പാടില്ല. ട്രഷറിയിലെ ബാലൻസ് ആദ്യം പുറത്തു പറഞ്ഞ ആള് മുൻ ധനകാര്യമന്ത്രി. ഇതൊന്നും ഒരു രഹസ്യമില്ലെന്ന്, ഒരു രഹസ്യമില്ല. കിഫ്ബിയുടെ കാര്യത്തിൽ കിഫ്ബി മൊത്തത്തിൽ പൊളിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ ഏത് രീതിയിലാണ് ബജറ്റാണെങ്കിൽ അല്ല, കിഫ്ബി നമ്മൾ റീസ്ട്രക്ചർ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ വാർത്തയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്? ശ്രീധരൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് തന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആര്? എവിടെ തീരുമാനിച്ചു? അല്ലല്ല, എവിടെ തീരുമാനിച്ചു? ആള് എത്ര പേര് വാർത്ത കൊടുത്തു? എന്നിട്ട് കുറെ പേര് തർക്കമാണ്. അതിൽ സ്റ്റാൻഡ് ഗേജ് ആണ്, ഇതിൽ മീറ്റർ ഗേജ് ആണ്. എന്നിട്ട് ഗവൺമെന്റ് എന്തിനു സ്റ്റാൻഡ് ഗേജ് അപ്രൂവ് ചെയ്തു? അദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് ഞങ്ങളുടെ അടുത്ത് കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റ് തന്നു. അത്രേ നടന്നുള്ളൂ. ഞങ്ങൾ എന്താ ചെയ്തത്? അത് സ്റ്റഡി ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു റെയിൽവേ എക്സ്പേർട്ട്, ഒരു എൻവയൺമെന്റ് എക്സ്പേർട്ട്, ഒരു ഫിനാൻസ് എക്സ്പേർട്ട്. ഈ 3 ആസ്പെക്റ്റും അതിൽ പരിശോധിക്കണം.